Yes, good evening to all. Welcome to Exam by Learning USS channel. മക്കളെ നമ്മുടെ USSനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മുടെ സയൻസും മാത്സും പോലെയുള്ള എല്ലാ സബ്ജക്റ്റുകളെയും എന്ത് ചെയ്യും നമുക്ക് ഇപ്രാവശ്യം USS നേടാനുള്ള നല്ലൊരു ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ് എക്സാം ബൈ ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഈ ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കും അതുപോലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാം ഇൻഫോർമേഷൻസും എല്ലാ വിവരങ്ങളും ആദ്യം നമ്മൾ പറയാറുള്ളത് നമ്മുടെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ 7th സ്റ്റാൻഡേർഡ് USSൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ടോപ്പിക്കുകളും എന്ത് ചെയ്യണം, വളരെ ഭംഗിയായിട്ട് നേരത്തെ തന്നെ പഠിക്കണം. കാരണം സ്കൂളത്തെ എക്സാം പോലെ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യൂല, എല്ലാവരും എന്ത് ചെയ്യൂല, നമ്മൾ ടീച്ചറൊക്കെ പാവല്ലേ കുറച്ച് മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്കൂളത്തെ എക്സാമിന് തരുന്നത് പോലെ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് എന്ത് ചെയ്യൂല, ആ ഒരു മാർക്ക് തരൂല. നിങ്ങളെ പരമാവധി തെറ്റിപ്പിക്കാനാണ് എന്ത് ചെയ്യുക, ഒരു കോമ്പറ്റീഷൻ എക്സാമിലൂടെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. കാരണം എന്താ, ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം എന്ത് കിട്ടിയാൽ മതി, സ്കോളർഷിപ്പ് കിട്ടിയാൽ മതി എന്നാണ് കോമ്പറ്റീഷൻ എക്സാമിൻ്റെ പോളിസി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാഫ് മാർക്ക് അല്ലെങ്കിൽ കുറച്ച് തിരിച്ചാലുള്ള മാർക്ക് അങ്ങനെയൊന്നുമല്ലല്ലോ ഇവിടെ ഉള്ളത്. MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, 4 ഓപ്ഷൻ ഉണ്ടാവും, കറക്റ്റ് ആൻസർ 1 ഉണ്ടാവുള്ളൂ. അത് ടിക്ക് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിലോ ആ മാർക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത്തരത്തിലുള്ള എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് നമ്മുടെ ബേസിക് സയൻസിലെ ആസിഡുകളും ആൽക്കലികളും എന്ന് പറഞ്ഞ് എക്സാമിന് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സമയം ഒന്നും ഇരിക്കുന്നില്ല, കുറഞ്ഞ സമയം. പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതിൽ വരുന്ന ഓരോ ചോദ്യങ്ങളുടെയും ആൻസർ നിങ്ങൾ പറയണം. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ USS ആരൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക, അതിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. അവർക്ക് കൂടി എന്ത് ചെയ്യട്ടെ, ഇത് ഉപകാരപ്പെടാം. നമുക്ക് വല്ല ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്ത് വിചാരിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളത് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആസിഡുകളും ആൽക്കലികളും എന്നുള്ള സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് 100% ഉറപ്പാക്കുന്ന ഒരു ഏരിയയാണ് ഈ ചാപ്റ്റർ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചോദ്യം വരുമ്പോഴത്തേനും എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ആൻസർ ABCDയിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് പറയാൻ റെഡി ആയിട്ട് നിൽക്കണം. ഒപ്പം ഉണ്ടാവുമല്ലോ, കൂടല്ലേ? തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അറിയാത്ത ഒരു പെന്നും പേപ്പറൊക്കെ മുമ്പിൽ ഉണ്ടായിക്കോട്ടെ, ഒരു പെന്നും പേപ്പറൊക്കെ മുന്നിലുണ്ടായിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്ന് എഴുതിക്ക് വെക്കണം. റെഡി? ശരി, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ആസിഡുകളുടെ സ്വഭാവമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, ആസിഡിൻ്റെ സ്വഭാവം അല്ലാത്തത്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, ഇവിടെ മലയാളം ഉണ്ട്. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ അടുത്തേതാണ്, പിന്നെ വഴുവഴുപ്പുണ്ട് എന്നുള്ളതല്ല. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു. ലിബറേറ്റ് ഹൈഡ്രജൻ ഓൺ റിയാക്ഷൻ വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. ഇതിലൊരു പോയിന്റ് എക്സ്ട്രാ വന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ പുളി രുചിയുണ്ട്, സോർ ടേസ്റ്റ് ഉണ്ട്. ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. തൽക്കാലം ഈ സാധനം വേണ്ട. ഇത് A, ഇത് B, ഇത് C, ഇത് D. ഓക്കെ, അങ്ങനെയാണ് വരിക. നേരത്തെ ഒരു പോയിന്റ് അറിയാതെ എക്സ്ട്രാ വന്നതാണ്. ശരി, ഇതിലേതാ മക്കളെ ആസിഡുകളുടെ സ്വഭാവം അല്ലാത്തത്? വേഗം പറഞ്ഞിട്ടുണ്ടാവും, വേഗം പറഞ്ഞേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. യെസ്, ആൻസർ അതായിരിക്കും വരുന്നുണ്ടാവുക. യെസ്, ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അല്ലേ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ആരാണ്? അത് ബേസ് ആണ്, ആസിഡ് അല്ല. ഇത് ആസിഡിന്റെ സ്വഭാവമല്ലേ. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, ആസിഡിന്റെ സ്വഭാവമാണ്. അതേപോലെ തന്നെ മെറ്റൽസ്, ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അതേപോലെ തന്നെ സോർ ടേസ്റ്റ് അല്ലേ, നമ്മളെ പുളി രുചിയുള്ള സംഗതികളൊക്കെ അല്ലേ, വിനെഗർ അല്ലേ, അതേപോലെ തന്നെ അല്ലേ നമ്മുടെ ഇത് പിന്നെ വാളൻ പുളി, അതിലുള്ള ആസിഡ് ഏതായിരുന്നു? ടാർട്ടാറിക് ആസിഡ്. വിനെഗറിലുള്ള ആസിഡ് ഏതാ? അസറ്റിക് ആസിഡ് അല്ലേ. അതുപോലെ എന്തുണ്ട്, നമ്മുടെ ലെമൺ അല്ലേ, അതിലുള്ള ആസിഡ് ഏതായിരുന്നു? സിട്രിക് ആസിഡ് അല്ലേ. അങ്ങനെയുള്ള ആസിഡുകളുടെ പേരൊക്കെ ഒന്ന് പഠിച്ചേക്കണേ നിർബന്ധമായിട്ടും കേട്ടോ. അപ്പോൾ അതിന് സോർ ടേസ്റ്റ് ഉള്ളത്. എന്നാൽ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ബേസ് അല്ലെങ്കിൽ ആൽക്കലിയാണ്. അപ്പോൾ ആസിഡുകളുടെയും
ബേസുകളുടെയും പ്രത്യേകത അറിയണം. സോർ ടേസ്റ്റ് ആണെങ്കിൽ അല്ലെ അപ്പുറത്ത് എന്താണ്, ബിറ്റർ ടേസ്റ്റ് ആണ്, കാരരുചിയാണ്. സോപ്പി ടച്ച് അല്ല, അവിടെ സോപ്പി ടച്ച് ആണ്. കാരണം സോപ്പ് ഉണ്ടാക്കുന്ന സാധനം ഏതാടാ, ആൽക്കലി വെച്ചിട്ടാ സോപ്പ് ഉണ്ടാക്കുക. അപ്പൊ അതിന് സോപ്പി ടച്ച് ആണ്. ഇനി നമുക്കറിയാം ആസിഡ് ആണ് എന്ത്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത്. എടാ ഇങ്ങനെ പഠിച്ചാൽ മതി. ആസിഡ് ഡേഞ്ചർ അല്ലേ, ഡേഞ്ചറിന്റെ കളർ എന്താ, റെഡ് അല്ലേ. അപ്പൊ ബ്ലൂവിനെ റെഡ് ആക്കുന്നത് ആസിഡ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബേസ് ഉണ്ടാക്കുക. ഓക്കെ, ഈ രൂപത്തിൽ ഒരുപാട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസിഡിന്റെ സ്വഭാവം എന്ത്, കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, മെറ്റൽസുമായിട്ട് ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും. റെഡി? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ? സിങ്ക് മെറ്റൽ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. എടാ വേഗം പറഞ്ഞ ആൻസർ. സിങ്ക് മെറ്റല് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാകുമോ, ഓക്സിജൻ ഉണ്ടാകുമോ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമോ, നൈട്രജൻ ഉണ്ടാകും? വേഗം പറയും. യെസ്. നമ്മൾ ആൻസർ എന്താ വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബിയോ? ഓപ്ഷൻ എ, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരു മെറ്റൽ, ഒരു ലോഹം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെടുത്തു, സോഡിയം എടുത്തു, അല്ലെങ്കിൽ വേണ്ട സിങ്ക് എടുത്തു. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുകയാണ്. ഒരു ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ അത് സിങ്ക് എന്നല്ല, സോഡിയം, മഗ്നീഷ്യം, അതേപോലെ തന്നെ അയേണ്, ലെഡ്, ഇങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഒരു ലവണം ഉണ്ടാകും. ലവണം എന്ന് പറഞ്ഞാൽ സോൾട്ട് ഉണ്ടാകും, പ്ലസ് ആരുണ്ടാകും, ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുക. നേരെ ക്വസ്റ്റ്യൻ അഡീഷൻ ചോദിക്കട്ടെ അല്ലെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അഡീഷൻ ചോദിക്കാലോ. എപ്പോഴാ ഓക്സിജൻ ഉണ്ടാവുക? ഓക്സിജൻ ഗ്യാസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? ഓക്കെ, ഓക്സിജൻ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റില്ല. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ വാതകം കിട്ടും. ഓക്കെ, ജലത്തിൽ ആരുണ്ടടാ, ഓക്സിജൻ അല്ലേ, H2O എന്നല്ല ജലത്തിന് പറയാ, അതിലെന്തുണ്ട്, ഓക്സിജൻ. അപ്പൊ ജലത്തിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാവും, നമുക്ക് പല രൂപത്തിലും അറിയുന്നുണ്ടാകും. ഓക്കെ, നൈട്രജൻ നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് അല്ലെ. ശരി, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാ ലോഹങ്ങളും ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും എന്ന് പറഞ്ഞു. എന്നാൽ കോപ്പറും സിൽവറും ഗോൾഡും, ഏതൊക്കെയാ? കോപ്പറും സിൽവറും ഗോൾഡും ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാവൂല? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവൂല. ആ പറഞ്ഞ 3 ലോഹങ്ങൾക്ക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല കേട്ടോ, ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ വേഗത്തിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രൂപത്തിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഡസ് നോട്ട് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്? മലയാളം ഞാൻ പറയാം, ബെജറോന്താ, ഇതൊക്കെ സിമ്പിൾ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് രാസപ്രവർത്തനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് എന്നാണ് കേട്ടോ. ചാടിക്കരിക്കാണ്ട് ആ നോട്ടൊന്നും കാണാതെ പോകരുത്. പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, പ്രൊഡ്യൂസ് ചെയ്യാത്തത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ പാടില്ല. വിനെഗർ ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുന്നു അല്ലെ, അപ്പക്കാരവുമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിനെഗർ എന്താ, വിനാഗിരി. വിനാഗിരി വാഷിംഗ് സോഡ അലക്കുകാരവുമായി പ്രവർത്തിക്കുന്നു. വിനാഗിരി മാർബിളുമായി പ്രവർത്തിക്കുന്നു. വിനാഗിരി സോഡിയവുമായി പ്രവർത്തിക്കുന്നു. ഇതിൽ ഏത് രാസപ്രവർത്തനത്തിലാണ് മക്കളെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇല്ലാത്തത് എന്നാണ് കേട്ടോ. ABCD കറക്റ്റ് ആൻസർ പറയണേ. യെസ്, അപ്പൊ ആൻസർ പറഞ്ഞു. നമ്മൾ പഠിച്ചു ഒരു ആസിഡിന്റെ സ്വഭാവം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴാണ് ഉണ്ടാക്കുക, സോഡിയവുമായി പ്രവർത്തിക്കുമ്പോഴാണോ? സോഡിയം ഒരു ലോഹമാണ്, മെറ്റലാണ്. ഒരു മെറ്റലുമായി പ്രവർത്തിച്ചാൽ ഇവിടെ ഏത് ഗ്യാസേ ഉണ്ടാവുള്ളൂ? ഹൈഡ്രജൻ ഗ്യാസേ ഉണ്ടാവുള്ളൂ. എന്നാൽ ബേക്കിംഗ് സോഡ ഒരു ബൈകാർബണേറ്റ് ആണ്, സോഡിയം ബൈകാർബണേറ്റ്. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്, ഇയാൾ സോഡിയം ബൈകാർബണേറ്റ്, ഇയാൾ സോഡിയം കാർബണേറ്റ്. മാർബിൾ കാൽഷ്യം കാർബണേറ്റ്. ഇതൊക്കെ കാർബണേറ്റോ ബൈകാർബണേറ്റോ ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞ 3ഉം ഒരു ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാക്കും? CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ആര് മാത്രം ഉണ്ടാക്കാത്തതാ? വിനാഗിരി സോഡിയം മെറ്റലുമായിട്ട്, സോഡിയം ലോഹവുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യൂല? ഈ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുക.
എന്തുണ്ടാവൂല, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവൂല. കിട്ടുമല്ലോ? റെഡി? അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങൾ. അപ്പൊ ഇതെന്താണ്, കാർബണേറ്റ് ആണോ ബൈകാർബണേറ്റ് ആണോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, യെസ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാം. ഇവിടെ ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, നിങ്ങൾ തിരിച്ചറിയാം. കുറേ വട്ടം നമ്മളെ USSന് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ തിരിച്ചറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലൈം വാട്ടറിലൂടെ, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടുക. അപ്പൊ എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന വെളുത്ത നിറത്തിലുള്ള പാൽ നിറമായിട്ടുള്ള ഒരു ലായനി കിട്ടും, മിൽക്കി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, നമ്മൾ കടത്തിവിട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ചുണ്ണാമ്പ് വെള്ളം പ്രവർത്തിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് പാൽ നിറമായി മാറുന്നത്, മിൽക്കി കളറായിട്ട് മാറുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ട് USSന് വരുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ കണ്ടെയ്ൻ കാൽസ്യം കാർബണേറ്റ്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രത്യേകം എന്താ? വിച്ച് എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ. തീനെ കെടുത്തുന്ന ആളാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ അത് ബേക്കിംഗ് സോഡ ഉണ്ട്, ഇത് വിനെഗർ ഉണ്ട്. ബേക്കിംഗ് സോഡ ഇതിൽ ചേർത്താൽ ഇതിലൂടെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരും. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു മെഴുകുതിരി വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്യും? ആ മെഴുകുതിരിയെ കൂടുതൽ കത്തിക്കണോ? അല്ല, ഹൈഡ്രജൻ സ്വയം കത്തും, സെൽഫ് കമ്പസ്റ്റബിൾ. ഓക്സിജൻ ഹെൽപ്പ് ടു കമ്പഷൻ ആണ്, കത്താൻ സഹായിക്കും. കാർബൺ ഡൈ ഓക്സൈഡോ കത്തുന്നത് എന്ത് ചെയ്യും? കെട്ടുപോകും. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഗ്യാസ് ആണ് എന്ത്, അഥവാ തീനെ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കിട്ടുമല്ലോ? ഓക്കെ, ഇനി നോക്കിക്കേ, XY എന്നീ രണ്ട് പേരറിയാത്ത ലായനികളിലേക്ക് മീഥൈൽ ഓറഞ്ച് ആണ് ചേർക്കുന്നത്. ഇപ്പൊ രണ്ട് ലായനി ഉണ്ട്, എക്സ് ആൻഡ് വൈ. ഓക്കെ, യെസ്, എക്സ് ആൻഡ് വൈ കേട്ടോ. നമ്മുടെ എക്സിന്റെ നിറം റെഡായി, വൈയുടെ നിറം മഞ്ഞയായി. എങ്കിൽ എക്സ് എന്താണ്, വൈ എന്താണ്? എക്സ് റെഡായി, വൈ എന്തായി? യെല്ലോ ആയി. എക്സ് അസിഡിക് ആണ്, വൈ ബേസിക് ആണ്. എക്സ് ബേസിക് ആണ്, വൈ അസിഡിക് ആണ്. രണ്ടും അസിഡിക് ആണ്, രണ്ടും ബേസിക് ആണ്. അപ്പൊ ഇതെന്താ അറിയണം? ഈ പറഞ്ഞ മീഥൈൽ ഓറഞ്ച് നമുക്കറിയാം എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ്. സൂചകങ്ങൾ ആസിഡിലും ബേസിലും എന്തൊക്കെ കളറാണ് കൊടുക്കുക? ഇപ്പോൾ ഒരു ചുവന്ന ലിറ്റ്മസ്, അതിന്റെ കളറിന് ചുവപ്പാണ്, അത് ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാക്കൂല, നിറം മാറുമോ? ചുവന്ന ലിറ്റ്മസിനെ വിനാഗിരിയിൽ വെച്ചാൽ ചുവപ്പനെയാണ് കിട്ടുക, മാറൂല. എന്നാൽ അതേ ആളെ നമുക്ക് പകരം ബ്ലൂ ലിറ്റ്മസ് വെച്ചാലോ, ആ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കും? റെഡ് ആക്കും, അല്ലെ? ഈ പറഞ്ഞ ആരാണ്? മീഥൈൽ ഓറഞ്ച് കളർ എന്താകും? റെഡ് ആയിട്ട് മാറും. എന്നാൽ അയാൾ ബേസിലാണ് എന്ത് ചെയ്യുക? യെല്ലോ കളർ കാണിക്കുക. അപ്പൊ ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും അറിയണം. അറിയാത്തവർ എഴുതിയെടുക്കണം കേട്ടോ, അറിയാത്തവർ എഴുതിയെടുക്കണം. ഫീനോഫ്തലിൻ ആണെങ്കിലോ ആസിഡില് നോ കളറാണ്, കളർലെസ് ആണ്. നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി, നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടി. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താ? ഈ ഹൈഡ്രോക്സൈഡ് വരുന്നവരൊക്കെ ബേസ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഫീനോഫ്തലിൻ ചേർത്തു. ഫീനോഫ്തലിൻ ചേർത്തപ്പോൾ എന്ത് ചെയ്തു? ആസിഡ് ആണെങ്കിൽ നോ കളർ, ബേസ് ആണെങ്കിലോ പിങ്ക് കളർ. അപ്പൊ ഏതായിരിക്കും മക്കൾ? നമ്മൾ ചോദ്യത്തിന്റെ ആൻസർ ഏതാ? എക്സ് എന്താണ്? അസിഡിക് ആണ്. കാരണം എന്തേ? അയാള് ഏത് കളറായി? ചുവപ്പ് നിറമായി. വൈ എന്താണ്? ബേസിക് ആണ്. കാരണം എന്തേ? അയാള് മഞ്ഞ കളറായി മാറി. കിട്ടുമല്ലോ? ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ശരി, അതൊക്കെ ഇത് കഴിഞ്ഞ തവണ വന്ന ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, രണ്ട് ദ്രാവകങ്ങളിൽ നീല ലിറ്റ്മസ് മുക്കിയപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളാണ് പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ്. നീല ലിറ്റ്മസ് ഒന്നാമത്തെ ലിക്വിഡിൽ മുക്കിയപ്പോൾ അതെന്തായി മാറി? റെഡായി മാറി. നീല ലിറ്റ്മസ് എന്തായി? അല്ലെ, ബ്ലൂ ബിക്കംസ് റെഡായി മാറി. അപ്പൊ അതെന്തായിരിക്കും മക്കളെ? ഇയാളൊരു ആസിഡ്. ഓക്കെ, ബ്ലൂ എന്തെന്നെയായി മാറി? ബ്ലൂ തന്നെയായി മാറി. ബ്ലൂ തന്നെയായി മാറി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ എന്തായിരിക്കും? ആൽക്കലി, അല്ലെങ്കിലോ ന്യൂട്രൽ ആയിക്കൂടെ. ഇപ്പൊ വാട്ടർ പോലുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ബ്ലൂ റെഡ് ആവുമോ? ഇല്ല, എന്തെന്നായിരിക്കും? ബ്ലൂ തന്നെയായിരിക്കും. അപ്പൊ ഒന്നുകിൽ ആൽക്കലി അല്ലെങ്കിൽ ന്യൂട്രൽ അഥവാ നിർവീര്യം. നോക്കിക്കേ, ഏതാ വരിക? ലിക്വിഡ് 1 എന്താണ്? ആസിഡ് ആണ്. എവിടെ?
ലിക്വിഡ് 1 ആസിഡ് ആണ്, ലിക്വിഡ് 2 ആൽക്കലി ആണെന്നുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ ഡി നോക്കിക്കേ, ലിക്വിഡ് 1 ആസിഡ് ആണ്, ലിക്വിഡ് 2 ആൽക്കലിയോ ന്യൂട്രലോ ആണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ മക്കളെ? ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പക്ഷെ എനേക്കാളും കറക്റ്റ് എന്നാണ് ഡി. ഇതൊക്കെയാണ് ഒരു കോമ്പറ്റീഷൻ എക്സാമിന് നോക്കേണ്ടത്. ഒരാൾ കറക്റ്റാണ് വിചാരിച്ചുകൊണ്ട് ഇതാണ് ഇതിക്കല്ല, അപ്പുറത്ത് അതിനേക്കാളും കറക്റ്റ് ഉണ്ടെങ്കിൽ അതിനാണ് മാർക്ക്, അതിനാണ് പോയിന്റ്. അപ്പൊ ഏതാ വരിക? ഈ ബ്ലൂ റെഡ് ആയി മാറി, അതുകൊണ്ട് ആസിഡ് ആണ്. ലിക്വിഡ് 1 ദ്രാവകം 1, ലിക്വിഡ് 2 ഒന്നുകിൽ ആൽക്കലി ആകാം അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം. അപ്പൊ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ത് ചെയ്യണം? വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം, നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. നോക്കിക്കേ, താഴെ പറഞ്ഞ പോലെ ഏതിനാണ് ഏറ്റവും ഉയർന്ന പി എച്ച് ഉള്ളത്? പി എച്ച് ഓർമ്മ ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പി എച്ച് വാല്യൂ, പി എച്ച് മൂല്യം നോക്കിയാൽ മതി. നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്, വിനെഗർ ഉണ്ട്, പ്യുവർ വാട്ടർ ശുദ്ധജലമുണ്ട്, സോപ്പ് ലായനിയുണ്ട്. ഇതിൽ ആർക്കാണ്? ആരും ഉത്തരം പറയണ്ട, ആരും ഇപ്പം ഉത്തരം പറയണ്ട. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോക്ക് താഴെ ഇതിന്റെ കറക്റ്റ് ഏതാണ് ആൻസർ എന്നുള്ളത് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യാം. നോക്കട്ടെ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യും. കമന്റ് ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യും? ഒരു ലൈക്ക് കിട്ടുകയും ചെയ്യും. കറക്റ്റ് ആണെങ്കിൽ ഒരു ലൈക്ക് കിട്ടും, കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അത് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പരമാവധി കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? അതിന് നമുക്ക് എക്സാം ബൈ ലേണിംഗിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതുപോലുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? മുഴുവനായിട്ടും കേൾക്കണം. നമ്മുടെ ആസിഡ് ബേസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആസിഡ് ബേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്തായാലും അവിടുന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം ബൈ ലേണിംഗിന്റെ USS ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വിഷയത്തിലെ ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എന്ത് ചെയ്യും? കുറേ എണ്ണം കിട്ടും. അത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്രാവശ്യത്തെ USS കിട്ടണം കേട്ടോ. അതിന് നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിച്ച് എന്ത് ചെയ്യണം? തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട്. ഓൾ ദ ബെസ്റ്റ്.